മിശിഹായിൽ പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ, പ്രിയമക്കളെ, ഈ പ്രഭാതത്തിൽ വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവിശ്വമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം 7-ാം അധ്യായം 21-ാമത്തെ സെന്റ് മാത്യൂസ് ഗോസ്പൽ ചാപ്റ്റർ 7 വേഴ്സ് 21. കർത്താവേ കർത്താവേ എന്ന് എന്നോട് വിളിച്ചപേക്ഷിക്കുന്നതിനല്ല, എന്റെ സ്വർഗസ്വനായ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരു കുടുംബത്തിൽ കടന്ന് ചെന്നപ്പോൾ അവരുടെ പ്രശ്നം അവർ അവതരിപ്പിക്കുകയായിരുന്നു. ഇളയ കുഞ്ഞ് ഇപ്പോൾ പഠിക്കുന്നത് 4-ൽ, മൂത്ത മകൻ ഇപ്പോൾ പഠിക്കുന്നത് 2-ൽ. ഇനിയിപ്പോൾ ഭാര്യ ഗർഭിണിയാണ്. ഈ കുഞ്ഞിനെ നൊന്ത് പ്രസവിക്കുവാൻ ഭാര്യ ആഗ്രഹിക്കുന്നില്ല. കാരണം ആ കുഞ്ഞ് ഇവരെ സംബന്ധിച്ചിടത്തോളം ഒരു ഭാരമായി മാറും. അതുകൊണ്ട് ഞങ്ങൾ ആ കുഞ്ഞിനെ അബോർട്ട് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അങ്ങേയറ്റം ഈ വിവരം അറിഞ്ഞ ഞാനതിനെ എതിർത്തു. ദൈവം നമുക്ക് ദാനമായി നൽകിയ ജീവനാണ്, അതിനെ നശിപ്പിക്കുവാൻ നമുക്ക് അവകാശമില്ല എന്ന് പറഞ്ഞ് നിരുത്സാഹപ്പെടുത്തിയെങ്കിലും അവരാ തീരുമാനത്തിൽ ഉറച്ചു നിന്നു. അവരിത് ചെയ്യുക തന്നെ ചെയ്തു. ഇപ്പോൾ അവരുടെ ജീവിതത്തില് ദുരിതങ്ങൾ ഒഴിയാതെ നിലനിൽക്കുകയാണ്. ഒട്ടേറെ പ്രശ്നങ്ങളാണ് പിന്നീട് വന്നത്. ഈ കുഞ്ഞുങ്ങൾക്കൊക്കെ അസുഖമായി അവരാകപ്പാടെ വിഷമിച്ചുകൊണ്ട് വീണ്ടും എന്നെ സമീപിച്ചു. അച്ഛാ, കർത്താവ് പകരം വീട്ടുകയില്ലെന്ന് അറിയാമെങ്കിലും ഞങ്ങളുടെ പാപങ്ങള് ഞങ്ങളെ വേട്ടയാടി. ആശ്വാസം കൊടുത്ത് പ്രാർത്ഥിച്ചു, അയച്ചെങ്കിലും ഞാൻ ഈ പറഞ്ഞു വരുന്നത്, ജീവന്റെ മൂല്യത്തെ മനസ്സിലാക്കാത്ത ധാരാളം ദമ്പതികൾ ഇന്ന് ജീവിച്ചിരിക്കുന്നു. ഈയിടെ ഒരു റെവറൻഡ് സിസ്റ്റർ എന്നോട് പറയായിരുന്നു, അമേരിക്കയിലൊരു രാജ്യം, ഇവിടെ അഭിമാനത്തോടെയാണ് കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കുന്നത്. 10-12 കുഞ്ഞുങ്ങളാണ് ഒരു ദമ്പതികൾക്ക്. നമ്മുടെ ഇവിടെയോ? ഞാൻ ബാക്കി പറയേണ്ടതില്ല. ജീവൻ ദൈവത്തിന്റെ ദാനമാണ്. അതിനെ തടയുവാൻ നമുക്ക് ആർക്കും അനുവാദം. ദൈവം തരുന്ന കുഞ്ഞുങ്ങളെ സ്വീകരിക്കുവാനുള്ള ആ മനോഭാവത്തിൽ പാളിച്ച ഉണ്ടാവരുത് എന്ന് സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ കർത്താവിശ്വമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കും, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.